നമ്മുടെ കുരുമുളക് വള്ളി പടർത്തിയ കാലിൻ്റെ ചുവട്ടിലൊന്നും ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കാറില്ല, അങ്ങനെ കാട് പിടിച്ച് കിടക്കാറില്ല. അത് നിങ്ങൾ പല വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ടാവും, പുതിയ ആൾക്കാർക്ക് അറിവുണ്ടാവില്ല. എന്നപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിലേക്ക് വലിയ ശ്രദ്ധ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. എല്ലാ ചുവടും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിയുന്ന പോലെയൊക്കെ ഒന്ന് ക്ലിയറാക്കി കൊടുക്കാനാണ് ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ വള്ളികളൊക്കെ നമ്മൾ നടാറില്ല, നമ്മളിതുപോലുള്ള കീറുതലകളാണ് നമ്മൾ നടാറും മറ്റുള്ള വേര് പിടിപ്പിച്ച് കൊടുക്കാറൊക്കെയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തലകളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം, എപ്പോൾ ആണെങ്കിലും ഒന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ കുരുമുളകിൻ്റെ കൃഷിയിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, കൊണ്ടുപോകാം. അത്രക്കും കൂടുതലായിട്ട് നല്ല തലകളൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത് നല്ല വലിയ തോക്കയുടെ കുരുമുളകാണ്. നമ്മളിതിൽ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇത് മനസ്സിലാവും. അതൊന്ന് ക്ലിയർ ചെയ്യാണ് ഇപ്പോൾ. അപ്പോൾ 2 ദിവസം അത് വള്ളി ഇവിടെ കിടക്കുന്നുണ്ടാവും. ആവശ്യമുള്ളവർക്ക് വന്ന് കൊണ്ടുപോകാം. ഇവിടെയൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഈ വേനൽ മഴ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതുകൊണ്ടും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ മഴ പാറുന്നതുകൊണ്ടും നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഒക്കെ കണ്ടില്ല, അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും കുരുമുളക് കാലിൻ്റെ ചുവട് നന്നായിട്ട് വൃത്തിയായിരിക്കണം. അത് ഒന്നാമത് അതിൻ്റെ വൃത്തിയും പിന്നെ ഈ ഇഴജന്തുക്കളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ രണ്ടാമത്, പിന്നെ ഇത് വലിയൊരു ഗുണമൊന്നുമല്ല കുരുമുളകിന്. ഇതിൻ്റെ വള്ളി ഇങ്ങനെ താഴെ പടർന്നു കിടക്കുന്നത് അത്ര ഗുണകരമല്ല. അതെപ്പോഴും ഇങ്ങനെ ക്ലിയർ ആയിട്ടാൽ അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കുരുമുളക്, വലിയ കുരുമുളക് എന്ന് പറയാൻ കാരണം ഇതോ അതുകൊണ്ടില്ലേ, ഇതിപ്പോൾ കുരുമുളക് കഴിഞ്ഞ ഇപ്രാവശ്യം നുള്ളുമ്പോൾ 2-3 തിരി ഉണ്ടായിരുന്നതാണ്. അതെങ്ങനെയോ ഉണ്ടായതാണ്, കാലത്ത് കായ്ച്ചതാണ്. അപ്പോൾ അതിൻ്റെ തിരിയുടെ നീളമാണിത്. അപ്പോൾ അതാ പറഞ്ഞത്, നല്ല ഇനം കുരുമുളകാണ്. ഇതുണ്ട്, എന്താ അതിന് 3-4 തോക്കേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഇനം കുരുമുളകാണ്. കുരുമുളക് നുള്ളുന്ന സമയത്ത് 2-3 തിരി ഉണ്ടായിരുന്നതാണ്. എല്ലാം നല്ല വലുപ്പത്തിലാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഈ തണുപ്പിൽ 2-3 ദിവസം കിടക്കുന്നുണ്ടാകും. ആവശ്യക്കാർക്ക് തികച്ചും ഇത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാവുന്നതാണ്. നല്ല കുരുമുളകിൻ്റെ വള്ളിയാണ്, നല്ല കായ്ഫലമുള്ളതാണ്. അത് നിങ്ങൾ നമ്മളെ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുരുമുളക് കൃഷിയൊക്കെ താല്പര്യമുള്ളവർക്ക്, അടുത്തുള്ളവർക്കും ദൂരെയുള്ളവർക്കും ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. ഇപ്പോൾ വരാൻ സൗകര്യമില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള വള്ളികൾ ആവശ്യമുണ്ടെങ്കിൽ തികച്ചും ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. കാരണം ഇതിപ്പോൾ നമ്മൾ വെട്ടിയിട്ടതാണ്, നമുക്ക് ആവശ്യമില്ലായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇതേപോലത്തെ വള്ളികൾ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം. അപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ പറയും, അപ്പോൾ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ എപ്പോഴും നമ്മൾ കുരുമുളകിൻ്റെ വള്ളിയുടെ ചുവടൊക്കെ തികച്ചും ഫ്രീ ആയിരിക്കണം, നല്ല ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അതാണ് നമ്മളെ പോളിസി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊക്കെ വൃത്തിയാക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു മാസത്തോളമായിട്ട് അതിനൊന്നും കഴിയാത്തതുകൊണ്ടാണ് ഇത് ഇത്രയും വളർന്നത്. അപ്പോൾ ഇനിയുണ്ട്, അപ്പോൾ ഓരോ ദിവസമായിട്ട് ഒക്കെ ശരിയാക്കി എടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഇത് വേണ്ടവരും താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും, കൃഷിയോടൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ കാണുന്നതും അറിയുന്നതും ഒക്കെ വരെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളിത് പറയുന്നതിൻ്റെ മുമ്പേ തന്നെ പലരും വന്ന് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതാണിത് പറയാൻ കാരണം. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ പൂർണ്ണമായിട്ടും കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.